നിങ്ങൾ ഒരിക്കലെങ്കിലും ദിവസങ്ങളോളം ആരോടും സംസാരിക്കാതെ ഇരുന്നിട്ടുണ്ടോ? അല്ല, ഫോണിലല്ല, വാട്സപ്പിലുമല്ല, ശബ്ദമുണ്ടാക്കാതെ ഒരാൾ പോലും ഇല്ലാത്ത ഒരു മുറിയിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്നൊരു വാക്കുച്ചരിക്കുന്നു. എന്തിനാണെന്നറിയില്ല, പക്ഷേ ആ വാക്ക് നിങ്ങൾ കേട്ടിട്ടുള്ള ഏറ്റവും വ്യത്യസ്തമായ ശബ്ദമാണ്. അത് നിങ്ങളുടെ ശബ്ദമല്ല, അത് നിങ്ങളുടെ ശബ്ദത്തെ മറ്റാരോ തിരിച്ചറിഞ്ഞതുപോലെയാണ്. ആരാണ് കേൾക്കുന്നത്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ശബ്ദത്തെക്കുറിച്ചാണ്. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിരന്തരം സംഭവിക്കുന്ന ഒരു സംഭാഷണമുണ്ട്. പക്ഷേ അത് നിശബ്ദമാണ്, ആലോചനയാണ്. എന്നാൽ നിങ്ങളത് ഉച്ചരിക്കുമ്പോൾ അത് ശബ്ദമാകുന്നു, വായുവിൽ കലരുന്നു, ചുവരുകളിൽ തട്ടി തിരിച്ചു വരുന്നു, നിങ്ങളുടെ സ്വന്തം കാതുകളിൽ വീണ്ടും വീഴുന്നു. അപ്പോൾ ആ ശബ്ദം കേൾക്കുന്നത് ആരാണ്? നിങ്ങളോ അതോ നിങ്ങളുടെ ഉള്ളിലെ മറ്റാരെങ്കിലുമോ? ഈ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് ആ ഉത്തരം കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ചോദ്യത്തോട് തന്നെ സമാധാനം കിട്ടും. നമുക്കൊരു പരീക്ഷണം നടത്താം. ഇപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ട് നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിങ്ങൾ മാത്രമാണെന്ന് ഉറപ്പാക്കുക. കണ്ണുകൾ അടയ്ക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും ആഴത്തിലുള്ള ഒരു വാക്കുച്ചരിക്കുക. ശബ്ദമാക്കി, വായുവിൽ, ഉച്ചത്തിലല്ല, പക്ഷേ ശബ്ദമാക്കി. നിങ്ങളത് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിച്ചു നോക്കുക. ആ വാക്ക് നിങ്ങളുടെ കാതുകളിൽ എത്തിയപ്പോൾ അത് മാറിയിരുന്നോ? നിങ്ങൾ ഉച്ചരിച്ചത് ഞാൻ എന്നായിരിക്കാം, പക്ഷേ തിരിച്ചു കിട്ടിയത് നീ എന്നായിരുന്നു. ഇതാണ് ആദ്യത്തെ രഹസ്യം. നിങ്ങളുടെ ശബ്ദം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അത് മാറുന്നു. അത് ഉള്ളിലെ കേൾവിക്കാരന് വേണ്ടി മാറുന്നു. അവൻ ആരാണ്? അവൾ ആരാണ്? നിങ്ങൾ തന്നെയോ? അതോ നിങ്ങൾ ആയിരുന്ന പക്ഷേ ഇന്ന് നിങ്ങൾ അല്ലാത്ത മറ്റാരെങ്കിലുമാണോ? നമ്മുടെ മസ്തിഷ്കം ഒരു അത്ഭുതമാണ് സുഹൃത്തെ. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് രണ്ടായി പിരിയുന്നു. ഒരാൾ സംസാരിക്കുന്നു, മറ്റൊരാൾ കേൾക്കുന്നു. അവർ ഒരേ മനുഷ്യരല്ല. സംസാരിക്കുന്നയാൾ നിങ്ങളുടെ ഇന്ന് ആണ്, കേൾക്കുന്നയാൾ നിങ്ങളുടെ അന്ന് ആണ്. രാജൻ 15 വർഷം ഗൾഫിൽ. രാത്രി 2 മണി. UAE-യിലെ 42-ാം നില. അവൻ പറയുന്നു, ഞാൻ തോറ്റു. ആരോട്? മുറിയോട്? അല്ല, അവൻ്റെ അന്ന് ആയ 25-ാം വയസ്സിലെ രാജനോട്. അവൻ എഴുതാൻ ആഗ്രഹിച്ച രാജൻ, അവൻ പാടാൻ ആഗ്രഹിച്ച രാജൻ, അവൻ ഒരിക്കലും എന്ന് മാറ്റിവെച്ച രാജൻ. അവൻ കേൾക്കുന്നു, അവൻ കേട്ടു. 15 വർഷം കാത്തിരുന്നു. ഇന്ന് രാത്രി ആ ശബ്ദം എത്തി. അഞ്ജലി, ലണ്ടൻ, 3 മണി. അവൾ പറയുന്നു, അമ്മേ, എനിക്ക് മാപ്പ് തരൂ. അമ്മ മരിച്ചിട്ട് 8 വർഷം. പക്ഷേ കേൾക്കുന്നയാൾ അമ്മയല്ല. അവളുടെ ഉള്ളിൽ അമ്മയായി മാറിയ, അവളെ ക്ഷമിക്കാൻ കഴിയാത്ത അവളുടെ സ്വന്തം ഭാഗം. ആ ഭാഗം കേൾക്കുന്നു, അത് കേട്ടു. ഇന്ന് രാത്രി ആ ശബ്ദമെത്തി. കാർത്തിക്, സിഡ്നി,
4:30 മണി. അവൻ പറയുന്നു, ഇനി മതി. ആരോട്? ഭാര്യയോട്? അല്ല, അവൾ ഉറങ്ങുന്നു. ബോസിനോട്? അതുമല്ല, അവർ ഇവിടെയില്ല. അവൻ പറയുന്നത് 25-ാം വയസ്സിലെ കാർത്തികിനോടാണ്. ഇനി മതി എന്ന്, ഇനി ജീവിക്കാൻ തുടങ്ങൂ എന്ന്. അവൻ കേൾക്കുന്നു, അവൻ കേട്ടു. 25 വർഷം കാത്തിരുന്നു. ഇന്ന് നമ്മുടെ മുറികൾ മാറിയിരിക്കുന്നു. മുൻപ് നമ്മുടെ മുറികൾ മരമുണ്ടായിരുന്നു, തൂണുകൾ, കല്ല്. ആ ശബ്ദം അവയിൽ തട്ടി അവസാനിച്ചു. ഇന്ന് നമ്മുടെ മുറികൾ സ്മാർട്ടാണ്. അലക്സ, ഗൂഗിൾ, സിരി, അവർ കേൾക്കുന്നു എല്ലായ്പ്പോഴും. നിങ്ങൾ രാത്രി 2 മണിക്ക് പറയുന്നു, ഞാൻ തോറ്റു എന്ന്. അവർ കേൾക്കുന്നു, രേഖപ്പെടുത്തുന്നു, ക്ലൗഡിലേക്ക് അയക്കുന്നു. പക്ഷേ അവർ മനസ്സിലാക്കുന്നില്ല, അവർക്ക് വേദനയില്ല, അവർക്ക് ക്ഷമയില്ല. അവർ ഒരു ചുവരല്ല, അവർ ഒരു മനുഷ്യനുമല്ല, അവർ ഒരു കുഴിയാണ്. നിങ്ങളുടെ ശബ്ദം അതിൽ വീഴുന്നു, എന്നാൽ തിരിച്ചു വരുന്നില്ല. അതുകൊണ്ട് ആധുനിക ഒഴിഞ്ഞ മുറികൾ കൂടുതൽ ഒഴിഞ്ഞതാണ്. കാരണം അവയിൽ ഒരു ചുവര് പോലുമില്ല, അവയിൽ ഒരു കുഴി മാത്രമാണ്. നിങ്ങളുടെ ശബ്ദം നിങ്ങൾക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ അതൊരു ചുവരിൽ തട്ടണം, ഒരു മനുഷ്യനിൽ തട്ടണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ മറ്റൊരാളിലേക്ക് തട്ടണം. എന്നാൽ ഇപ്പോൾ ഞാനൊരു രഹസ്യം പറയാം. നിങ്ങൾ ആദ്യം ശബ്ദമാക്കിയ ആ വാക്ക്, ഞാൻ തോറ്റു, അല്ലെങ്കിൽ അമ്മേ മാപ്പ്, അല്ലെങ്കിൽ ഇനി മതി, അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അതൊരു ചിന്തയല്ലാതാകുന്നു, അതൊരു സംഭവമാകുന്നു. നിങ്ങൾക്ക് അത് മാറ്റാൻ കഴിയില്ല, നിങ്ങൾക്കത് നിശബ്ദമാക്കാനും കഴിയില്ല. അത് വായുവിലാണ്, അത് നിങ്ങളുടെ ചരിത്രമാണ്. അതുകൊണ്ടാണ് ഏറ്റവും ആഴത്തിലുള്ള സത്യങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ മാത്രം പുറത്തേക്ക് വരുന്നത്. കാരണം ആരുമില്ലാത്തപ്പോൾ നിങ്ങൾക്ക് നടിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് പ്രകടനം നടത്താൻ കഴിയില്ല, നിങ്ങൾക്ക് എല്ലാം സത്യമായി പറയാൻ കഴിയും. പക്ഷേ ആ സത്യം പറഞ്ഞതിനു ശേഷം നിങ്ങൾ മാറുന്നു. കാരണം അതിനി നിങ്ങളുടെ ഉള്ളിൽ മാത്രമല്ല, അത് ഈ ലോകത്തേക്കാണ് പോയത്. അത് നിങ്ങളുടെ അന്ന് കേൾക്കുന്നു, അത് നിങ്ങളുടെ നാളെ മാറ്റുന്നു. എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരെ, നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ആ ശബ്ദം ആരും കേൾക്കുന്നില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. പക്ഷേ അത് കേൾക്കുന്നു. നിങ്ങളുടെ അന്ന് കേൾക്കുന്നു. നിങ്ങൾ ആയിരുന്ന, നിങ്ങൾ ആകാൻ ആഗ്രഹിച്ച, നിങ്ങൾ മാറ്റിവെച്ച ആ വ്യക്തി കേൾക്കുന്നു. അവനോടോ അവളോടോ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും ആഴത്തിലുള്ള സത്യമാണ്. അത് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തിനോട് പോലും പറയാൻ കഴിയാത്ത സത്യമാണ്. പക്ഷേ അവനോ അവൾക്കോ അത് മനസ്സിലാകും. കാരണം അവൻ നിങ്ങളാണ്, അവൾ നിങ്ങളാണ്. നിങ്ങൾ മറന്ന, പക്ഷേ ഇന്നും ജീവിച്ചിരിക്കുന്ന നിങ്ങൾ. അതുകൊണ്ട് ഈ രാത്രി നിങ്ങളുടെ മുറിയിൽ നിങ്ങൾ മാത്രമാണെങ്കിൽ ഭയക്കരുത്. ഉച്ചത്തിൽ പറയൂ, പക്ഷേ ശബ്ദമാക്കി പറയൂ. നിങ്ങളുടെ അന്ന് കേൾക്കട്ടെ. അത് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
അവൻ കേൾക്കുന്നു, അവൾ കേൾക്കുന്നു. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ രാത്രി നിങ്ങൾ പറഞ്ഞ ആദ്യത്തെ വാക്ക് എന്തായിരുന്നു? ഞാൻ എന്ന് തുടങ്ങുന്ന. കമന്റ് ബോക്സിൽ ആ ആദ്യത്തെ വാക്ക് മാത്രം എഴുതൂ. അത് ഞാൻ വായിക്കും, ഒരു സുഹൃത്തിനെ പോലെ. അടുത്ത എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒഴിഞ്ഞ മുറിയിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നതിനെ കുറിച്ചാണ്. പുറത്തേക്കുള്ള വാതിൽ. നിങ്ങൾ അന്ന് പറഞ്ഞത് നിങ്ങൾ ഇന്ന് ചെയ്യുമ്പോൾ ആദ്യത്തെ ചുവട് എങ്ങനെയാകും? നമുക്കടുത്ത എപ്പിസോഡിൽ ആ വാതിൽ തുറക്കാം. അതുവരെ പ്രകാശിക്കുക ഒരു നക്ഷത്രത്തെ പോലെ. പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം അണയാതെ നോക്കാനും മറക്കരുത്. ഞാൻ ഒരു പ്രവാസി. നമസ്കാരം.